കിസ്മത്ത് രചന ദിയ വി കെ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഐഷ സിയ ഫെബിൻ റഹ്മാൻ. കിൻഫ്ര ടെക്നോ പാർക്ക് എന്നെഴുതിയ വലിയ ബോർഡും കടന്ന് സ്കൂട്ടി ATL എന്ന ആർക്കിടെക്ട് കമ്പനിയുടെ മുമ്പിൽ ഓഫീസ് സ്റ്റാഫിന് വേണ്ടി മാത്രം പാർക്ക് ചെയ്യാനുള്ള ഏരിയയിൽ വണ്ടി വെച്ചു. ഹെൽമെറ്റ് ഒരു ബാഗും എടുത്ത് ഷോള് തലയിലൂടെ നേരെയിട്ട് ഞാൻ ഓഫീസിലേക്ക് നടന്നു. മോർണിംഗ് സിയു, ഇന്നും കറക്റ്റ് ടൈമിന് തന്നെ എത്തിയല്ലോ. തന്നെ നോക്കി അഭിവാദ്യം ചെയ്ത സെക്യൂരിറ്റി ഗാർഡ് കൃഷ്ണനോട് ഒരു പുഞ്ചിരിയിൽ മറുപടി ഒതുക്കി. മറ്റുള്ള സ്റ്റാഫുകളുടെ നോട്ടത്തെ പാടെ അവഗണിച്ച് അറ്റൻഡൻസ് റിപ്പോർട്ട് ചെയ്ത് നേരെ എന്റെ ക്യാബിനിൽ പോയിരുന്നു. ലാപ്പ് ഓപ്പൺ ചെയ്ത് പെൻഡിങ്ങിലുള്ള വർക്കുകൾ തീർക്കാൻ തുടങ്ങി. ആരുമായിട്ടും അടുപ്പം സൂക്ഷിക്കാറില്ല, ആരോടും സംസാരിക്കാറില്ല. ഈ 25 വയസ്സിനിടക്ക് അനുഭവിക്കാവുന്നതിലപ്പുറം അനുഭവിച്ചു. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ എന്റെ സ്വഭാവം തന്നെ ഒരുപാട് മാറിപ്പോയത്. ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട്. അതിനിടയിൽ പുതിയ സൗഹൃദമൊന്നും വേണ്ടെന്ന് വെച്ചു. സിയ, ആ പ്ലാൻ റെഡിയല്ലേ? സാറിന് വേണ്ടപ്പെട്ട ആളാണ്, ഒരു ഫോൾട്ട് ഉണ്ടാവരുത്. ആളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം, ഒന്ന് മാനേജ് ചെയ്യണേ. പുതിയൊരു കമ്പനിക്ക് വേണ്ടിയുള്ള സ്കെച്ച് എങ്ങനെ മോഡിഫൈ ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹരി എന്നെ വിളിച്ചു പറഞ്ഞ്. എന്നേക്കാൾ ഉയർന്ന പോസ്റ്റാണ് അവൻ്റേത്. എന്നിരുന്നാലും ചുരുങ്ങിയ കാലം കൊണ്ട് ജോലിയിലുള്ള പെർഫെക്ഷൻ കാരണം കമ്പനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റിനെ ഞാനാണ് അറ്റൻഡ് ചെയ്യാറുള്ളത്. എക്സ്ക്യൂസ് മീ. യെസ്, കമിൻ പ്ലീസ്. ലാപ്പിൽ നിന്ന് മുഖമുയർത്തി ഞാൻ മുന്നിലേക്ക് നോക്കി. ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് ജീൻസും ധരിച്ച് മുഖത്ത് റെയ്ബാൻ സൺഗ്ലാസും മനോഹരമായ റിസ്റ്റ് വാച്ചും നെറ്റിയിലേക്ക് വീണെടുക്കുന്ന നീളൻ മുടിയും ആകെ കൂടെ ഒരു ചോക്ലേറ്റ് പയ്യൻ ടേബിളിന് മുമ്പിലെ ചെയറിൽ വന്നിരുന്നു. ഒരു 22-23 പ്രായം ഉണ്ടാകുകയുള്ളൂ. അനുവാദം ചോദിക്കാതെ അവിടെ ഇരുന്നതിൽ ചെറിയൊരു നീരസം തോന്നി. അത് കാണിക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ച പ്ലാൻ അവന് കാണിച്ചു കൊടുത്തു. അതിന്റെ ഓരോ ഫീച്ചേഴ്സും വിശദമാക്കി. ഇടയ്ക്കിടയ്ക്ക് അവന്റെ മുഖത്തോട്ട് എന്നെ നോട്ടം ചെല്ലുമ്പോഴും ഇരുന്നപ്പോൾ മുതൽ ഈ സമയം വരെ എന്നെ തന്നെ നോക്കിയിരിക്കുന്ന അവനെ കണ്ടപ്പോൾ ആകെ ചൊറിഞ്ഞു വന്നു. ക്ലൈന്റിനെ പിണക്കാൻ പറ്റാത്തതുകൊണ്ട് ക്ഷമയോടെ ബാക്കി ഡീറ്റെയിൽസും പറഞ്ഞുകൊണ്ടേയിരുന്നു. എനി സജഷൻ സർ? ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് പറഞ്ഞൊന്നും ശ്രദ്ധിക്കാതെ കൂളിംഗ് ഗ്ലാസ് പോലും ഊരാതെ കിളി പോയിരിക്കുന്ന അവനെ കണ്ടപ്പോൾ പിന്നൊന്നും നോക്കിയില്ല. ഡോ, തന്നോടല്ലോ ഇത്രയും നേരം ഞാൻ സംസാരിച്ച്, തനിക്കത് ചെവി കേട്ടൂടെ? എന്താ പറഞ്ഞേ? തറപ്പിച്ചൊരു നോട്ടം കൊടുത്ത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. എല്ലാത്തിനും മോളുന്നുണ്ടെന്നല്ലാതെ ശ്രദ്ധ ഇപ്പോഴും എന്നെ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇത് ഓക്കെ ആകാല്ലേ സർ? അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് മെയിൽ അയക്കാം. അപ്പോൾ ശരി സർ. ഈ വായി നോക്കി എത്രയും പെട്ടെന്ന് പറഞ്ഞേക്കണമെന്ന് വിചാരിച്ച് വേഗം ആപ്പ് അടച്ച് വെച്ചു. അവനൊരു അവിഞ്ഞ ചിരിയോടെ എഴുന്നേറ്റു. അത് പിന്നെ എന്ന് വർക്ക് തുടങ്ങാൻ പറ്റും? അതൊക്കെ ചെയ്യുമ്പോൾ നേരിട്ട് പറഞ്ഞോളൂ സർ. പിന്നൊന്നും ചോദിക്കാതെ പോയി. ഓരോ മാരണങ്ങൾ മൂഡ് കളയാനായിട്ട് വന്നോളൂ. അവറ്റൊരു നോട്ടം. മൂഡ് ശരിയാക്കാൻ ഒരു കോഫി കുടിക്കാൻ തീരുമാനിച്ചു. മറ്റുള്ളവരുമായി വലിയ അടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂട്ടിനാരും ഉണ്ടാവില്ല. മിക്കവാറും സമയം ഒറ്റയ്ക്ക് തന്നെയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് തീർത്തും അപരിചിതയാണ് ഇന്നത്തെ സിയ. തന്റെ ലക്ഷ്യം പൂർത്തിയാകുന്നവരെ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. കൃത്യം 5 മണിക്ക് തന്നെ സിയ ഓഫീസിൽ നിന്നിറങ്ങി. 5 മിനിറ്റിന്റെ യാത്രയേ ഉള്ളൂ അവൾ വാടകയ്ക്ക് നിൽക്കുന്ന വീട്ടിലേക്ക്. നാട്ടിൽ നിന്ന് വിട്ടേൽക്കാൻ വേണ്ടി തന്നെയാണ് ഇത്രയും ദൂരേക്ക് ജോലി തേടി പോകുന്നത്. ആളിക്കത്തുന്ന പകയാണ് കൂട്ടിനുള്ളത്. അതണയാതിരിക്കാൻ ഓരോ ദിവസവും ഓർമ്മകൾ എന്ന തീച്ചുകുളയിലിട്ട് പഴിപ്പിച്ചെടുക്കാൻ വേണ്ടി മാത്രം ഫാമിലിയെ വിട്ട് ദൂരെ ഒരു പരിചയമില്ലാത്ത ഈ നാട്ടിലെത്തിപ്പെട്ടു. റോസി ആന്റി മുറ്റത്ത് ചെടികൾക്ക് വെള്ളമൊഴിച്ചുകൊണ്ട് നിൽക്കുന്നു. മനോഹരമായ ഒരു ചെറിയ പൂന്തോട്ടം തന്നെ ആന്റിക്കുണ്ട്. അവയെ രാവും പകലും വ്യത്യാസമില്ലാത്ത ആലോലിച്ച് വളർത്തിക്കൊണ്ടുവരികയാണ് ആന്റി. ആന്റി ഒരു മോള് മാത്രമേ ഉള്ളൂ അവരുടെ വീട്ടില്. അതുകൊണ്ടാണ് മുകളിലെത്തുന്നില്ല ലേഡീസിന് മാത്രം വാടക കൊടുക്കുന്നത്. മോളെത്തിയോ? മറ്റേ 2 നേരത്തെ തന്നെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പാട്ടും ഡാൻസൊക്കെ കേൾക്കുന്നുണ്ട്. എന്നെ കൂടാതെ 2 പേരും കൂടി അവിടെ താമസിക്കുന്നുണ്ട്. ഹാദിയ, നിത്യ. അവർ ഫാഷൻ ഡിസൈനിങ് പഠിക്കുകയാണ്. കുറച്ചേരം ആന്റിയോട് സംസാരിച്ച് പുറത്തുകൂടെയുള്ള ഗോവണി വഴി റൂമിലേക്ക് പോയി. കയറി ചെല്ലുന്നിടത്ത് തന്നെ ചെറിയൊരു ബാൽക്കണി ഉണ്ട്. മേലെ 3 റൂം, ചെറിയ ഹാളും. ഞാനൊരു റൂം, അവർ 2 പേരും കൂടെ മറ്റേ റൂം ഉപയോഗിക്കുന്നു. ബാത്റൂം അറ്റാച്ച്ഡാണ് റൂം. ബാക്കിയുള്ള റൂം കിച്ചണായി സെറ്റ് ചെയ്ത് വെച്ച് സ്പെയർ കീ എടുത്ത് ഡോർ തുറന്നു. ഹാളിൽ പ്രവേശിച്ചപ്പോൾ തന്നെ കണ്ടു TV ഓൺ ചെയ്ത് വെച്ച് സോഫയിൽ വെട്ടിയിട്ട വാഴണയ്ക്ക് 2 കിടന്നുറങ്ങുന്നു. ഒരാൾക്ക് തന്നെ കഷ്ടിച്ചെടുക്കാൻ മാത്രം സ്പേസ് ഉള്ളിടത്താണ് 2 കൂടെ കിടക്കുന്നത്. മാറിൽ കൈകെട്ടി അവർ തന്നെ പുഞ്ചിരിയോടെ നോക്കി നിന്നു. പാറുവിന്റെ അതേ പ്രായമുള്ള ഇവർക്കും. പാറു എൻ്റെ ഒരേ ഒരു അനുജത്തിയാണ്. എൻ്റെ ഏറ്റവും വലിയ കൂട്ടും വിമർശകയും തല്ലുകൂടിയല്ല അവളാണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ MBBS സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റ്. ഇവരുടെ കളികളും തമാശകളൊക്കെ കാണുമ്പോൾ പാറുവിനെ വല്ലാതെ മിസ് ചെയ്യും. അവരെ ഉണർത്താതെ ഞാൻ റൂമിൽ പോയി ഫ്രഷായി. കാഷ്വൽ ഡ്രസ് ഇട്ടു. കിച്ചണിൽ കയറി 3 പേർക്കും കൂടെ കോഫി ഉണ്ടാക്കി. ഒരു കപ്പ് കോഫിയും എടുത്ത് ഞാൻ ബാൽക്കണിയിലേക്ക് നടന്നു. കോഫി പതിയെ സിപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആന്റിയുടെ ഗാർഡനിൽ പാറി കളിക്കുന്ന ശലഭങ്ങളെയും നോക്കി സ്റ്റെപ്പിലിരുന്നു. ഗുഡ് മോർണിംഗ് സീക്കുട്ടി. ബെസ്റ്റ്. ഇപ്പോഴാണ് ഗുഡ് മോർണിംഗ്. ഒന്ന് സമയം നോക്കെൻ്റെ മോളെ. നിത്യാണ്. മറ്റേ ശോശാമ എഴുന്നേറ്റില്ലേ? നെയ്ത്തൂസേ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഞാൻ ശോശാമയല്ലാന്ന്. എനിക്ക് അന്തസ്സായിട്ടുള്ളൊരു പേരുണ്ട്, ഹാദിയ ഇസ. അത് വിളിച്ചാൽ മതി. പരിഭവം പറഞ്ഞുകൊണ്ട് ആൾ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു.
അയ്യോ ദാരിദ്ര്യം, അതിൽ നല്ല ശോശാമന്നെയാ അല്ലേ ദിവസേ. ആ ഇനി രണ്ടും കൂടി അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കണ്ട. കോഫി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പോയി എടുത്തോളൂ. രണ്ടു എഴുന്നേറ്റ് കിച്ചണിൽ പോയി. ഞാൻ കോഫി മക്കുമായി താഴോട്ട് ഇറങ്ങി ഗേറ്റിന്റെ അടുത്ത് ചെന്ന് നിന്നു. റോഡിൽ ഒരുപാട് കുട്ടികൾ സൈക്കിൾ ഓടിക്കുന്നുണ്ട്. അവരെ നോക്കി ഹായ് പറഞ്ഞു. എന്ത് രസമാണ് ബാല്യകാലം. ഒരു ചിന്തകളുമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ പാറിപ്പറന്ന് കഴിഞ്ഞുപോയ ഓർമ്മകൾ ഇപ്പോൾ മനസ്സിനെ വല്ലാതെ വേട്ടയാടപ്പെടുന്നുണ്ട്. അതാലോചിച്ചാൽ ശരിയാവില്ല. സങ്കടമല്ല ഇപ്പോൾ വേണ്ടത്, വാശിയാണ്. ജീവിതത്തിൽ തോൽപ്പിച്ചവരുടെ മുമ്പിൽ കൂടെ തലയുയർത്തി തന്നെ അന്തസ്സോടെ ജീവിക്കണം. ഓർമ്മകൾ കാട് കയറിയപ്പോൾ അതിനവിടെ തന്നെ ഉപേക്ഷിച്ച് തിരിച്ച് റൂമിലേക്ക് തന്നെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അറിയാതെ എതിർവശത്തുള്ള വാഗമരത്തിന്റെ ചുവട്ടിലേക്ക് നോട്ടം പോയി. ആരോ അങ്ങോട്ട് വലിക്കുന്ന പോലൊരു ഫീല്. ഒരു പയ്യൻ ബൈക്കിൽ ചാരി ഇങ്ങോട്ട് തന്നെ നോയിക്കൊണ്ടിരിക്കുന്നു. എവിടെയോ കണ്ട പോലെ. ആ രാവിലെ ഓഫീസിൽ വന്ന് വായി നോക്കിയല്ലേ ഇത്? ഇവനെന്താ ഇവിടെ? ഞാൻ കണ്ണുരുട്ടിക്കൊണ്ട് സംശയത്തോടെ അവനെ തന്നെ നോക്കി. പെട്ടെന്ന് ബാക്കിൽ നിന്നൊരു ശബ്ദം. എന്താ മോളെ ഇവിടെ വന്ന് നിൽക്കുന്നത്? റോസി ആന്റി പുറകിൽ വന്നുകൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ചുമ്മാ നിന്നാ. ആന്റിയെ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവന്റെ കൂടെയുള്ളവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ആ പയ്യനെയും വലിച്ചുകൊണ്ട് വേഗം സ്ഥലം കാലിയാക്കി. ഹായ്, ഞാൻ ഫെബിൽ റഹ്മാൻ. 22 വയസ്സ്, MBA കഴിഞ്ഞു. ഇനി ഒരു വർഷം ഫിറോസ് റഹ്മാൻ എന്നെ സ്വന്തം ഉപ്പയുടെ ചെലവിൽ കൂട്ടുകാരൊത്ത് അടിച്ചുപൊളിച്ച് കഴിയാനാണ് തീരുമാനം. കുന്നുമൽ ഗ്രൂപ്പ് എന്ന KM ഗ്രൂപ്പിന്റെ ഓണറാണ് ഈ ഫിറോസ് ഭായ്. ഉപ്പ തിരക്കില്ലാത്ത ബിസിനസ്മാൻ ആയതുകൊണ്ടും പാരമ്പര്യമായി കിട്ടിയ സ്വത്തുക്കളുള്ളതുകൊണ്ടും ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കാനുള്ള എൻ്റെ ആഗ്രഹം നടക്കുന്നത് തന്നെ വിശ്വസിക്കുന്നു. വിശ്വാസം അതല്ലേ എല്ലാം അല്ലേ? എനിക്കൊരു അനിയൻ കൂടിയുണ്ട്, ഫിസാൻ റഹ്മാൻ. 10ാം ക്ലാസ് പഠിക്കുന്നു. വലിയ പഠിപ്പിയാ. നമ്മളെയൊന്നും കക്ഷിക്ക് മൈൻഡില്ലാന്നേ. ഉമ്മാടെ പുന്നാരക്കുട്ടിയായിട്ട് നടക്കുന്നു. രാത്രി പബ്ബും കൂട്ടുകാരായിട്ട് കറങ്ങി നടക്കുന്നതുകൊണ്ട് ഏറെ വൈകിയാണ് വീട്ടിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ 10 മണിയെങ്കിലും ആവും എഴുന്നേൽക്കാൻ. അതിന്റെ പേരിൽ എന്നും ഉമ്മ മുന്താസ് ബീഗവും ഞാനും അടിയാണ്. അപ്പോഴൊക്കെ ഒരു രക്ഷകനായിട്ട് എത്തുന്ന ആരാന്നറിയോ? ദേ നിൽക്കുന്ന ഈ സുന്ദരി കൊച്ച് പാത്തു എന്ന ഫാത്തിമ റഹ്മാൻ. എന്റെ വല്യമ്മയാണ് കേട്ടോ. വയസ്സ് 60 ഇപ്പോഴും ഫ്രീക്കെത്തിയാണ് കക്ഷി. ഉമ്മ അറിയാതെ ഞങ്ങൾ സിനിമയ്ക്ക് പോകും. ബീച്ചിൽ പോയി എല്ലാ വായി നോക്കികളെയും കമന്റ് അടിക്കും. എന്ന് വേണ്ട എല്ലാ തല്ലുവിളിത്തരത്തിനും എന്റെ കൂടെ ഉണ്ടാവും. ഉപ്പയെങ്ങാനും അറിഞ്ഞാ ഞാനൊന്നും അറിഞ്ഞില്ലേ നാരായണ എന്ന ഭാഗത്തോടെ തലയും താഴ്ത്തി പാവം പോലെ ഇരിക്കും. ഉപ്പയുടെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കണം. ഓരോ യോഗം. അന്നും പതിവ് പോലെ ഉമ്മയുടെ പൂരപ്പാട്ട് കേട്ട ശേഷം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഫ്രഷായി ഡൈനിങ് ടേബിൾ എടുത്തു വെച്ച് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉപ്പ വന്ന് പുതിയ കമ്പനിയുടെ പ്ലാൻ ഉപ്പാടെ ഫ്രണ്ട് കാസിം കേടെ അടുത്ത് പോയി വാങ്ങാൻ എന്നെ ഏൽപ്പിക്കുന്നത്. മറുത്തൊന്നും പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് മടിയോടെയാണെങ്കിലും പോകാൻ തീരുമാനിച്ചു. എന്റെ ചങ്ക് വൈഷ്ണവ് വിളിച്ച് കാര്യം പറഞ്ഞു. അവനെപ്പോഴേ റെഡി. വായി നോക്കാനുള്ള അവസരം വെറുതെ കളയാറില്ല അവൻ. വണ്ടിയുടെ കീം എടുത്ത് പോർച്ചിൽ നിന്ന് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ നേരം മുന്നിൽക്കൊന്ന് പാത്തു. ഫാബു ചക്കരെ കിൻഡർ ജോയി മറക്കല്ലേ കേട്ടോ. എന്റെ പൊന്ന് പാത്തു. എന്നിട്ട് വേണം മുന്താസ് റാണിയെ പിടിച്ച് പഞ്ഞിക്കിടാൻ. 2 ദിവസം മുന്നേ നടന്നു പറഞ്ഞിട്ടില്ലല്ലോ. ഇനി മധുരം കഴിച്ചാലേ എത്രയും പെട്ടെന്ന് അങ്ങ് കെട്ടിയുടെ അടുത്തേക്ക് പോവേണ്ടി വരും. അത് തന്നെയാ നല്ലത്. ഇവിടെ ആർക്കും എന്നെ ഇഷ്ടമല്ല. പിണങ്ങി പോകുന്ന വല്യമാരെ കണ്ടപ്പോൾ ശരിക്കും ചിരി വന്നു. പിണങ്ങി പോവുകയാണോ തങ്കക്കുടമേ? പാത്തുവിനൊരു പെട്ടി നിറയെ കിൻഡർ ജോയായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരാം. ഇത് സത്യം സത്യം സത്യം. നസീർ സ്റ്റൈലുള്ള എന്റെ സത്യം ജയിലിൽ പാത്തു ഫ്ലാറ്റ്. വൈഷ്ണവിനെ എടുത്ത് അവിടെ എത്തുമ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. വൈഷ്ണവ് പുറത്ത് തന്നെ നിന്നു. എന്നാലും അവനും പോകുന്നവരെയും വരുന്നവരെയും കണക്കെടുത്ത് വായി നോക്കാൻ പറ്റൂ. ഞാനിവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവരെയും അറിയാം. നേരെ അരിയേട്ടൻ്റെ അടുത്ത് പോയി അവിടുന്ന് വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് എന്നോട് അടുത്ത ക്യാബിനിൽ പോയി പ്ലാൻ നോക്കാൻ പറഞ്ഞയച്ചു. അവിടെ ഷീജ ചേച്ചിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ചേച്ചി. ആ ഒരു അവകാശത്തിൽ നേരെ ചെന്ന് കയറി ചെയറിലിരുന്നു. അപ്പോഴാണ് മുന്നിലുള്ള ആളെ ശ്രദ്ധിക്കുന്നത്. സ്കൈ ബ്ലൂ കളർ ഫുൾ സ്ലീവ് ചുരിദാർ, അതേ കളർ ഷോൾ തലയിലൂടെ ഇട്ടിട്ടുണ്ട്. മുഖം കാണുന്നില്ല. എക്സ്ക്യൂസ് മീ. യെസ് കമിൻ പ്ലീസ്. സുറുമയിട്ട 2 കാപ്പിക്കണ്ണുകൾ എന്റെ നേർക്ക് വന്നു. ആ നോട്ടം വരെ എന്റെ ഹൃദയത്തിൽ തുളഞ്ഞു കയറി. ഹാർട്ട് ബീറ്റ്സ് ഒക്കെ പെട്ടെന്ന് നിന്ന പോലെ. എന്തോ ഒരു സ്പാർക്ക്. ബ്ലൂ ഷാളിനുള്ളിൽ അവളുടെ മുടി അനുസരിക്കാൻ കൂട്ടാക്കാതെ ഇടയ്ക്കിടെ മുഖത്തേക്ക് പാറി വീണുകൊണ്ടിരുന്നു. ചായം തേക്കാത്ത തന്നെ ചുവന്ന അധരങ്ങൾ എന്നോട് എന്തൊക്കെയോ മൊഴിയുന്നുണ്ട്. ഒന്നും എന്റെ കാതുകളിൽ എത്തുന്നില്ല. ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ല. ഞങ്ങളിപ്പോൾ പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങളിൽ പാറി നടക്കുകയാണ്. മുഖത്തോട് മുഖം നോക്കി കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞു. ഡോ വലിയൊരു അലർച്ച കേട്ട് ഞാൻ ഞെട്ടി ചുറ്റും നോക്കി. അപ്പൊ ഇതുവരെ കണ്ടതൊക്കെ ഡ്രീമായിരുന്നില്ലേ? ആകെ നാണക്കേടായി. ഈ കൊച്ചെന്ത് വിചാരിച്ചിട്ടുണ്ടാവും. ഇനി കുറച്ച് ഡീസന്റ് ആവാം. നേരെ ഇരുന്ന് അവൾ പറയുന്നത് ശ്രദ്ധിച്ചു. എന്നാൽ വീണ്ടും വീണ്ടും അവളെ കാണുമ്പോൾ അറിയാതെ പിന്നെയും മനസ്സ് മായാലോകത്തേക്ക് ഓടിപ്പോകുന്നു. ഒടുക്ക അവൾ എന്നെ ഗെറ്റ് ഔട്ട് അടിക്കുന്നതിന് മുന്നേ തന്നെ ഓക്കെ പറഞ്ഞിറങ്ങി പോകുന്നു. തിരിച്ചു പോകുമ്പോൾ അവളായിരുന്നു മനസ്സ് നിറയെ. ആരാണ് അവൾ? എന്തായിരിക്കും അവളുടെ പേര്? ഇതുവരെ ആ ഓഫീസിൽ കണ്ടിട്ടില്ലല്ലോ. പുതിയതായിരിക്കോ ഇനി? ഞാൻ കാണാത്തതാവോ? ഒരുപാട് സംശയങ്ങളുമായി ആലോചനയോടെ വൈശുവിന്റെ പിന്നാലെ ബൈക്കിൽ കയറി. ഈ കുരിപ്പിനോട് ചോദിച്ചാൽ വല്ല ഐഡിയയും പറഞ്ഞു തരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര എക്സ്പേർട്ടാണ് ആള്.
ഏതായാലും അവനോട് ചോദിച്ചു നോക്കാം. എന്റെ ദേവി, വിശ്വാമിത്രന്റെ തപസ് ഇളക്കാൻ ജിന്നു വന്നെന്നോ? എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ അവന്റെ ഓഞ്ഞ ഡയലോഗ്. പൊതുവെ ഞാൻ പെൺകുട്ടികൾ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. ജാടയില്ല കേട്ടോ, അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരാണെന്ന നിലപാടായിരുന്നു ഇതുവരെ. അതുകൊണ്ടാവും അവൻ അങ്ങനെ പറഞ്ഞ്. പറ്റിപ്പോയടാ, എന്തെങ്കിലും വഴി കാണിച്ചതാ പ്ലീസ്. ക്ലോസ് അപ്പ് ശരി അവനെ എടുത്തുകൊണ്ട് പറഞ്ഞു. ഇവനെ പതപ്പിച്ച് വീഴ്ത്തണം. ഇപ്പൊ ഇതേ മാർഗമുള്ളൂ. എനിക്കൊന്ന് ആലോചിക്കണം. നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ആലോചിക്കാം. അതാവുമ്പോൾ നല്ല ഐഡിയകൾ പറഞ്ഞു വരും. തെണ്ടി മുതലാക്കിയ ആവശ്യം എൻ്റെ ആയി പോയി. അല്ലെങ്കിൽ പോയി പണി നോക്കാൻ പറയായിരുന്നു. ഞാൻ വാലറ്റ് എടുത്ത് നോക്കി. ഉപ്പ വലിയ ബിസിനസ് മാനൊക്കെ ആനയാ ചേനയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കണക്കാക്കിയ പോക്കറ്റ് മണി തരൂ. പിന്നെ പാത്തുവിനെ കുപ്പിയിലാക്കിയിട്ട് കിട്ടുന്ന കാശും. ഏതായാലും ഹോട്ടലെങ്കിൽ ഹോട്ടല്. കുറെ വലിച്ചു വാരുത്തുന്ന ശേഷം ഇനി ബീച്ചിൽ പോയി ആലോചിക്കാൻ ബാക്കിയെന്ന് പറഞ്ഞ് വൈശ് നടന്നു. അവസാനം ചിന്തിച്ചൊരു വഴി കണ്ടെത്തി. 5 മണിയാകുമ്പോൾ ഓഫീസ് ഗേറ്റിൽ പോയി നിൽക്കുക. എന്നിട്ട് അവളെ പിന്നാലെ പോയി വീട് കണ്ടുപിടിക്കുക. നേരെ കയറി ചെല്ലുക. പെണ്ണ് ചോദിക്കുക. സോ സിമ്പിൾ. ഏതായാലും കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചല്ലേ, ഒരു കൈ നോക്കാന്ന് ഞാനും വിചാരിച്ചു. ഞങ്ങൾ നേരെ പോയി ഓഫീസ് ഗേറ്റിന് വെളിയിൽ നിന്നു. ദേടാ, ഇതാ പോകുന്നു. ചലോ ഫോളോ മീ. എന്ത് ചോറി? അവളെ ഫോളോ ചെയ്യാന്ന്. ഞങ്ങൾ അവിടെ പിന്നാലെ പോയി. ടൗണിൽ നിന്ന് കുറച്ച് മാറി ഒരു ചെറിയ റോഡിലേക്ക് തിരിഞ്ഞു. 4ാമത്തെ ഗേറ്റ് കടന്ന് അവൾ ആ വീട്ടിലേക്ക് കയറിപ്പോയി. യെസ്, മിഷൻ അവസാനിച്ചിരിക്കുന്നു. ഇനി കയറിപ്പോയി പെണ്ണി ചോദിക്കാം. ബെസ്റ്റ്. നീ പൊട്ടനാണോ അതോ അങ്ങനെ അഭിനയിക്കുകയാണോ? ഏറ്റില്ല അല്ലേ? ഞങ്ങൾ കുറച്ചേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നു. തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് അവൾ ഗേറ്റിനടുത്തേക്ക് വരുന്നത് കണ്ടത്. സ്കേർട്ടും ടോപ്പുമാണ് വേഷം. മുടി ഉയർത്തി കെട്ടിവെച്ചിരിക്കുന്നു. അവളെ കണ്ടതോടെ എൻ്റെ കിളികൾ പിന്നെയും പറന്നിടന്നു. അവൾ ഞങ്ങൾ തന്നെ സൂക്ഷിച്ച് നോക്കുന്ന കണ്ടപ്പോൾ ധൈര്യം സംഭരിച്ച് അടുത്തു പോകാൻ തന്നെ തീരുമാനിച്ചു. പെട്ടെന്നാണ് അവളെ ബാക്കിൽ തടിച്ചിട്ടൊരു ആൻറ്റി വരുന്നത് കണ്ടത്. ആ ആൻറ്റിയെ കണ്ടതോ വൈശു എന്നെ വലിച്ചുകൊണ്ട് അവിടുന്ന് സ്കൂട്ടായി. അവൻ്റെ ആ നേരത്തെ പെർഫോമൻസ് കണ്ട ചാർലി ചാപ്ലിൻ വരെ ചിരിച്ച് പണ്ടാരടങ്ങും. എന്തൊക്കെ ഡയലോഗായിരുന്നു. വെറുതെ എന്തിനാണ് ആ സുമോയോട് പോയിട്ട് അടിയായിരുന്നു വാങ്ങുന്നത് ചോദിച്ചപ്പോൾ നിഷ്കളങ്കമായ അവൻ്റെ മറുപടി. പാവം കുട്ടി. പിറ്റേന്ന് 10 നേരത്തെ ഞാൻ എഴുന്നേറ്റു. അവളെ കാണാനുള്ള ആവേശം കൊണ്ട് ചാടിത്തുള്ളി കോണിയിറങ്ങി നേരെ ചെന്ന് വിട്ടത് ഉമ്മയുടെ മുമ്പിൽ. അത്ഭുതത്തോടെ എന്നെ നോക്കുന്ന ഉമ്മാക്ക് ഒരു കിസ്സും കൊടുത്ത് വണ്ടിയുമായി ഇറങ്ങി. എന്തേലും കഴിച്ചിട്ട് പോടാ ഉമ്മ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം, ഇപ്പൊ സമയമില്ല. അല്ലേലും ബാപ്പാക്കും മോനും ഇന്നും തിരക്കേനെ. പോകുന്ന കണ്ടാ തോന്നും എന്തോ മലമറിക്കാനാണെന്ന്. ഏതായാലും പെണ്ണിന്റെ വായി നോക്കാനല്ലേ. പടച്ചോനെ പെട്ടോ. ഉമ്മ ഇതെങ്ങനെ അറിഞ്ഞു? ഇനി ആ പരട്ട വൈശു അങ്ങനെ കാലും അറിയോ? ചിലപ്പോ വെറുതെ പറഞ്ഞായിരിക്കും. എന്തേ ആലോചിക്കുന്നത്? പോകുന്നില്ലേ? ഉമ്മാടെ ആക്കിയ ചോദ്യം. ഇനി നിന്ന പണിവാളെന്നറിയാവുന്നതുകൊണ്ട് വേഗം ഇറങ്ങി ഓഫീസ് ഗേറ്റിനടുത്ത് പോയി നിന്നു. വൈഷ്ണവിന് ഇന്നൊരു സോങ് റെക്കോർഡിംഗ് ഉണ്ട്. അവൻ നല്ലൊരു ഗായകനാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ വന്നു. അവളെ കണ്ടതും എൻ്റെ മൊത്തം കൺട്രോള് പോയി. ഉണ്ടകണ്ണ് തുറിച്ചൊരു നോട്ടം തന്ന് അവൾ കയറിപ്പോയി. പിന്നെയും കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവൾ എന്ത് വിചാരിക്കും? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.